प्यारे बच्चों, सबको मेरी कक्षा की ओर स्वागत। 8वीं कक्षा के दूसरी इकाई का उद्देश्य छात्रों का ध्यान नैतिक मूल्यों की ओर आकर्षित करना है। जीवन में हमें नैतिक मूल्यों का ज्ञान आवश्यक है। बचपन से ही छात्र इन मूल्यों को अपनाएंगे तो हमारे समाज की മൂല്യച്യുതി की समस्या का हल हो जाएगा। 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഉദ്ദേശം വിദ്യാർത്ഥികളെ ജീവൻ മൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ്. സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിത മൂല്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ കുട്ടിക്കാലത്ത് തന്നെ ഈ മൂല്യങ്ങളെ സ്വന്തമാക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ മൂല്യശോഷണം എന്ന സമസ്യയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകും. इस इकाई का सबसे पहला पाठ एक कविता है. कविता का नाम है सुख दुख. यह सुमित्रानंदन पंत जी की एक छोटी कविता है. जीवन में सुख दुख का महत्व कितना है, इसके बारे में ये कविता में बताते हैं. सुमित्रानंदन पंत आधुनिक हिंदी साहित्य के छायावादी काव्यधारा के श्रेष्ठ कवियों में एक थे. पंत जी की यह कविता की ओर देखिए. तो कविता की ओर जाने से पूर्व इस इकाई के सबसे पहले एक चित्र है. चित्र में क्या है देखिए. चित्र में एक बच्चा सोता है. ऐसा लगता है वो बच्चा क्या करता है, सोते समय सपना देखता है. वो बच्चा सोते समय सपना देखता है. सपने में वो पंख लगाकर उड़ते हैं. सपने में वे क्या करते हैं, सपने में वे पंख लगाकर उड़ते हैं. और इसके पीछे कुछ पंक्तियां भी हैं. इन पंक्तियों की ओर देखिए. सपने वे सच नहीं होते जो सोते वक्त देखे जाते हैं. सपने वे सच होते हैं जिनके लिए आप सोना छोड़ देते हैं. सपने वे सच नहीं होते जो सोते वक्त देखे जाते हैं. सोते समय हम जो सपने देखते हैं ये सपने कभी साकार नहीं होते हैं. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും എന്താവാറില്ല, സാക്ഷാത്കരിക്കപ്പെടാറില്ല. സപ്നെ വേ സച്ച് ഹോത്തെ ഹെ ജിൻകെ ലിയെ ആപ്പ് സോന ചോട് ദേത്തെ ഹെ. അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് സത്യമായിട്ട് വരുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, സോന ചോടുക്കർ നിരന്തർ പരിശ്രമം കർണ ചാഹിയേ. ഉറക്കം ഉപേക്ഷിച്ചിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുക വേണം. രണ്ടാമത്തെ യൂണിറ്റിലെ ഉള്ള പാഠഭാഗത്തിൻ്റെ ഉദ്ദേശം ജീവിത മൂല്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. അല്ലെ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിത മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇക്കായിലെ ഒന്നാമത്തെ പാഠഭാഗം സുഖ ദുഃഖ് എന്നു പേരുള്ള ഒരു കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത കവിയായ സുമിത്രാനന്ദൻ പന്താണ്. അപ്പോൾ ഈ ഇക്കായിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, പാഠഭാഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ എന്താണുള്ളത്, ഒരു കുട്ടിയുടെ ചിത്രമാണ്. കുട്ടി ഉറങ്ങുന്ന ചിത്രമാണ്. ഉറക്കത്തിൽ അവൻ സ്വപ്നം കാണുന്നുണ്ട് എന്ന് തോന്നും ചിത്രം കണ്ടാൽ. വോ പങ്ക് ലഗാക്കർ ഉടുത്താ ഹേ. അവൻ എന്ത് ചെയ്യുകയാണ്, ഉറക്കത്തിലെ സ്വപ്നത്തിലെ ചിറക് വീശിയിട്ട് പറക്കുകയാണ്. सपने वे सच नहीं होते जो सोते वक्त देखे जाते हैं. सोते समय हम सपने देखते हैं. ये सपने कभी साकार नहीं होते हैं. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും എന്താവാറില്ല, സാക്ഷാത്കരിക്കപ്പെടാറില്ല. सपने वे सच होते हैं जिनके लिए आप सोना छोड़ देते हैं. ऐसे सपने सच होते हैं जिनके लिए सोना छोड़कर परिश्रम करना चाहिए. ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പോൾ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉറക്കം ഉപേക്ഷിച്ചിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കണം. ആകെ പാഠഭാग की ओर देखिए. सुख दुख.
मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख, सुख दुख की खेल मिचौनी, खोले जीवन अपना मुख। इस कविता में सुमित्रानंदन पंत जी ने जीवन में सुख दुख का महत्व कितना है यह प्रकट करने का प्रयत्न किया है। मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख। कवि इस प्रकार कहते हैं, मैं अपने जीवन में ചിര സുഖ് ഹമേശ സുഖ് അല്ലേ, എല്ലായ്പ്പോഴും സുഖം എന്താണ് ആഗ്രഹിക്കുന്നില്ല. മേ നഹി ചാഹത്ത ചിര സുഖ്, മേ ജീവൻ മേ ഹമേശ സുഖ് നഹി ചാഹത്ത, മേ നഹി ചാഹത്ത ചിര ദുഃഖ്. ഉസി പ്രകാർ ഹമേശ ദുഃഖ് ഭി നഹി ചാഹത്ത, അതേപോലെ എല്ലായ്പ്പോഴും ദുഃഖവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുഖ ദുഃഖ കി ഖേൽ മിച്ചൗനി, ഖോലെ ജീവൻ അപ്നാ മുഖ്. മാനവ ജീവൻ സുഖ ദുഃഖ കി ഖേൽ മിച്ചൗനി ഖേൽ കെ സമാൻ ഹേ. അല്ലെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖത്തിൻ്റെ കണ്ണുപൊത്തി കളി പോലെയാണ്. ഖേൽ മിച്ചൗനി കെ ഖേൽ മേ ബच्चे बारी बारी चिपता है, बारी बारी से चिपता है. उसी प्रकार मानव जीवन में सुख दुख का आगमन एक के बाद एक होकर आता है. सुख के बाद दुख आता है और दुख के बाद सुख का आगमन होता है. मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख, सुख दुख की खेल मिचौनी, खोले जीवन अपना मुख. कवि इस प्रकार कहते हैं, मैं जीवन में सुख नहीं चाहता, उसी प्रकार हमेशा दुख भी नहीं चाहता. हमेशा दुख नहीं चाहता और हमेशा सुख भी नहीं चाहता. सुख दुख की खेल मिचौनी, खोले जीवन अपना मुख. सुख दुख की खेल मिचौनी खेल के समान है हमारा जीवन. हमारे जीवन में सुख के बाद दुख आता है और दुख के बाद सुख आता है. इसलिए कवि इस प्रकार कहते हैं, हमारा जीवन सुख दुख के खेल मिचौनी खेल के समान है. सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण, फिर घन में ओछल हो शशि, फिर शशि से ओछल हो घन. सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण. कवि कहते हैं, सुख और दुख दोनों के मधुर मिलन से मेरा जीवन परिपूर्ण हो. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മധുരമായ കൂടിച്ചേരലിലൂടെ എൻ്റെ ജീവിതം എന്താണ്, പരിപൂർണമായിരിക്കുകയാണ്. फिर घन में ओछल हो शशि, फिर शशि से ओछल हो घन. घन क्लाउड മേഘം, ഓച്ചൽ ഡിസപ്പിയർ അപ്രത്യക്ഷമാവുക, ശശി മൂൺ. फिर घन में ओछल हो शशि, ചന്ദ്രമ ബാദലോ മേ കഭി കഭി ചിപ്പ് ജാത്ത ഹേ. ചിലപ്പോഴൊക്കെ എന്താണ്, ചന്ദ്രൻ മേഘങ്ങളുടെ ഇടയിൽ മറയുന്നുണ്ട്. അല്ലേ, फिर शशि से ओछल हो घन. कभी कभी मेघ चंद्रमा से अदृश्य हो जाता है. यहाँ मेघ दुख का प्रतीक है और चंद्रमा या शशि सुख का प्रतीक है. उसी प्रकार मानव जीवन में कभी दुख होता है और कभी सुख होता है. सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण. कवि की राय में उनका जीवन सुख और दुख के मधुर मिलन से परिपूर्ण हो. यह हम कवि यह एक उदाहरण के द्वारा स्पष्ट करते हैं. कभी कभी चंद्रमा बादलों में छिप जाता है, उसी प्रकार बादल चंद्रमा से अदृश्य हो जाता है. उसी प्रकार मानव जीवन में कभी सुख का आगमन होता है और कभी दुख का आगमन होता है. जग पीड़ित है अति सुख से, अति दुख से, जग पीड़ित रे अति सुख से. मानव जग में बंट जावे सुख दुख सुख और सुख दुख से. ले जग पीड़ित है अति सुख से. ले ये संसार, जग संसार, संसार അത്യധിക ദുഃഖ സേ പീഡിത ഹോത്തെ ഹേ. അല്ലേ, ലോകം എന്ന് പറയുന്നത് എന്താണ്, കൂടുതൽ ദുഃഖമുണ്ടായാലേ അതെന്താണ്, വേദനാജനകമാണ്. അല്ലെ, നമുക്ക് കൂടുതൽ ദുഃഖമുണ്ടാക്കുന്നത് വേദനാജനകമാണ്. ജഗ് പീഡിതരെ അതിസുഖസേ. ഉസി പ്രകാർ
अत्यधिक सुख भी पीड़ादायक है। अत्यधिक दुख पीड़ादायक है, उसी प्रकार अत्यधिक सुख भी पीड़ादायक है। मानव जग में बंट जावे दुख सुख से और सुख दुख से। അല്ലേ? അപ്പോൾ മാനവ ജീവൻ സുഖ ദുഃഖ അല്ലേ दुख और सुख के जीवन से बंट जावे। मानव जीवन में സുഖ और दुख സമാൻ രൂപ से ബണ്ട് ജായേ അല്ലെ മനുഷ്യ ജീവിതത്തിൽ സുഖവും ദുഃഖവും എന്താണ് സമാനമായിട്ട് വിഭജിച്ചുകൊണ്ട് വരണം. जग पीड़ित है अति दुख से जग पीड़ित रे अति सुख से मानव जग में बंट जावे सुख दुख सुख से और सुख दुख से। कवि के मत में सुख दुख की अधिकता अच्छी नहीं है। अत्यधिक दुख पीड़ादायक है, उसी प्रकार अत्यधिक सुख भी पीड़ा देने वाला है. पीड़ा വേദന അല്ലേ അത്യധികമായ ദുഃഖവും അത്യധികമായ സുഖവും എന്താണ് വേദന ഉണ്ടാക്കുന്നതാണ്. मानव जग में बंट जावे दुख सुख से और सुख दुख से, इसलिए मानव जीवन सुख दुख और दुख सुख से बंट जावे. अविरत दुख है उत्पीड़न अविरत सुख भी उत्पीड़न. दुख सुख की निशा दिवा में सोता जागता जग जीवन. अविरत कंटिन्यूस തുടർച്ചയായ. उत्पीड़न പെയിൻ ആണ് വേദന. നിശ ദിവ നിശ നൈറ്റ് രാത്രി അല്ലേ ദിവ ഡേ പകൽ. अविरत दुख है उत्पीड़न. लगातार दुख है तो यह पीड़ादायक है. അല്ലെ തുടർച്ചയായിട്ട് ദുഃഖമുണ്ടാവുകയാണെങ്കിൽ അതെന്താണ് വേദനാജനകമാണ്. अविरत सुख भी उत्पीड़न. उसी प्रकार हमारे जीवन में लगातार सुख है तो यह भी पीड़ादायक है. दुख सुख की निशा दिवा में सोता जागता जग जीवन. दुख और सुख की निशा दिवा में मानव जीवन सोता जागता है. दुख सुख की निशा दिवा में सोता जागता जग जीवन. मानव जीवन दुख सुख की निशा दिवा में सोता जागता है. यह सांझ उषा का आंगन आलिंगन विरह मिलन का चिरहास अश्रुमय आनन रे इस मानव जीवन का. यह सांझ उषा का आंगन मानव जीवन दुख रूपी सांझ और सुख रूपी प्रभात का आंगन है. അല്ലെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാകുന്ന സന്ധ്യയുടെയും സാഞ്ച് സന്ധ്യ और സുഖരൂപി പ്രഭാത് കാ ആംഗൻ ഹേ. സുഖമാകുന്ന പ്രഭാതത്തിൻ്റെയും ആംഗൻ മുറ്റം അല്ലെ മുറ്റമാണ്. ആലിംഗൻ വിരഹ് മിലൻ കാ യഹാ വിരഹ് और മിലൻ കാ ആലിംഗൻ ഹോത്താ ഹേ. അല്ലെ ഇവിടെ വിരഹം അതേപോലെ മിലൻ മിലൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൂടിച്ചേരൽ. വിരഹം എന്ന് പറഞ്ഞാൽ വേർപാട് അല്ലെ വേർപാടിൻ്റെയും കൂടിച്ചേരലിൻ്റെയും ആലിംഗനമുണ്ട്. ചിരഹാസ് അശ്രുമയി ആനൻ മാനവ് കാ ആനൻ ആനൻ ഫേസ് മുഖം അല്ലേ ചിരഹാസ് अश्रुमय है हमेशा हंसी और अश्रुओं से भरा है. यह सांझ उषा का आंगन आलिंगन विरह मिलन का चिरहास अश्रुमय आनन रे इस मानव जीवन का. इस मानव जीवन दुख रूपी सांझ और सुख रूपी प्रभात का आंगन है. यहाँ विरह और मिलन का आलिंगन होता है. यहाँ हंसी और अश्रु भरा हुआ है. ഇത്രയാണ് ഈ ഒരു കവിതാഭാഗം. ഈ കവിതയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കവിതാസെ ശബ്ദയുഗ്മോ കാ ചയൻ കർക്കെ ലിഖെ. കവിതയിൽ നിന്ന് ശബ്ദയുഗ്മങ്ങൾ ശബ്ദയുഗ്മം എന്ന് പറയുന്നത് രണ്ട് ശബ്ദങ്ങൾ കൂടിച്ചേരുന്നത്. അതായത് ഇടയിൽ ഐഫൺ ഇട്ട് വരുന്ന ശബ്ദങ്ങൾ ബീച്ച് ഐഫൺ സുഖ ദുഃഖ് അങ്ങനെയുള്ള ധാരാളം ശബ്ദങ്ങൾ ഈ കവിതയിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണത് ചിരസുഖ് അല്ലെ ചിരദുഃഖ് സുഖ ദുഃഖ് അല്ലെ സുഖ ദുഃഖ്. പിന്നെ ഏതൊക്കെയാണ് അതിസുഖ് അതിദുഃഖ് മാനവ് ജഗ് ദുഃഖ സുഖ് നിശാ ദിവ സോത്ത ജാഗത വിരഹ് മിലൻ ഹാസ് അശ്രുമയ്
മാനവ് ജീവൻ. ഇതൊക്കെ എന്താണ്? ഇങ്ങനെയുള്ള ശബ്ദങ്ങളാണ്, ശബ്ദയുഗ്മങ്ങളാണ്. आगे जो प्रश्न है देखिए, वर्ग पहेली की पूर्ति करें. दाईं ओर, नीचे की ओर, മുഖ കാ സമാനാർത്ഥി ശബ്ദ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ മുഖം എന്നതിന് സമാനാർത്ഥമായി കൊടുത്തിരിക്കുന്ന ശബ്ദം ഏതാണ്? എന്ത് ശബ്ദമാണ് നമ്മൾ പഠിച്ചത്? ആനൻ. അല്ലേ? ആനൻ ഫേസ് മുഖം. ഇസ്കാ അർത്ഥ ഹേ ആകാശ്. അല്ലേ? ഇസ്കാ അർത്ഥ ഹേ ആകാശ്. ഇതിൻ്റെ അർത്ഥം ആകാശം എന്നാണ്. പാഠഭാഗത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു വേർഡിൻ്റെ അർത്ഥമാണ് ആകാശമെന്ന്. ഏതാണ് ആ വേർഡ് വരുന്നത്? ഗഗൻ. സുഖ ദുഃഖ കെ മിലൻ സേ യഹ് പരിപൂർണ ഹോ ജാത്താ ഹേ. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കൂടിച്ചേരലിലൂടെയാണ് ഇത് പരിപൂർണമാകുന്നത്. ഏതാണ്? ജീവൻ. യഹ് നിരന്തർ കാ സമാനാർത്ഥി ഹേ. അല്ലേ? ഇത് നിരന്തർ എന്ന ശബ്ദത്തിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ്. ഏതാണത്? അവിരത്. സഫലത പാനെ കെ ലിയേ ഇസ്കി സരൂരത്ത് ഹേ. അല്ലേ? സഫലത നേടണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇതിൻ്റെയാണ് മെഹനത്ത്. മേഘ കെ ലിയേ ഇസ് കവിതാമേ പ്രയുക്ത ശബ്ദ. അല്ലേ? മേഘം എന്നതിന് ഈ കവിതയിൽ കൊടുത്തിരിക്കുന്ന ശബ്ദം ഏതാണ്? ഖൻ. കവിതാമേ സൻസാർ കാ പ്രതീകാത്മക ശബ്ദ. അല്ലേ? കവിതയിൽ സൻസാർ, ലോകം എന്നുള്ളതിന് പ്രതീകാത്മകമായി കൊടുത്തിരിക്കുന്ന ശബ്ദം ജഗ്. ഉഷ കാ അർത്ഥ. ഉഷ എന്നതിൻ്റെ അർത്ഥം പ്രഭാത്. സുഖ ദുഃഖ് കിസ് വിധാ കി രചന ഹേ. സുഖ ദുഃഖ് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം ഏതു തരത്തിലുള്ള രചനയാണ്? ഏതാണ്? കവിത. യഹ് കഭി നഹി ബോൽനാ ചാഹിയേ. ഇത് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഏതാണ് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തത്? ഝൂട്ട്. ഝൂട്ട്, കളവ്. ഇത്രയാണ് കവിതാഭാഗത്തിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ധന്യവാദം.